1572 എൻ്റെ സഹോദരങ്ങളെ ഹോളണ്ടിൽ നടന്നൊരു അത്ഭുതം, അവിടെ ഗോർക്ക് കത്തീഡ്രലിൽ നടന്നൊരു അത്ഭുതമാണ്. എൽറിച്ച് സ്വിംഗ്ലി എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് നവീകരണ മുന്നേറ്റത്തിൻ്റെ നേതാവായിരുന്ന മനുഷ്യൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കാൻ വേണ്ടി നശീകരണ പ്രവർത്തികൾ ആരംഭിക്കുകയാണ്. ആ ദേവാലയ തിരുവസ്തുക്കളൊക്കെ വലിച്ചെറിയുകയാണ്. അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അരുളിക്ക കുത്തി തുറന്ന് തിരുവോസ്തുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ബൂട്ട് കൊണ്ട്, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കണ്ട്, ആ കാലിലുകൾ ആ ബൂട്ടിൽ, വലിയ ബൂട്ടാണ്, ആ ബൂട്ട് കൊണ്ട് ചവിട്ടുകയാണ്. കർത്താവിന്റെ രക്തശരീരങ്ങളെ കണ്ടു. 3 ഭാഗങ്ങളിൽ വളയാകൃതിയിൽ രക്തത്തിന്റെ മുറിപ്പാടുകൾ ഉണ്ടായി. ഈ നിന്ദകരൊരാള് ഈ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ട് ഈ തിരുവോസിയിൽ ആ 3 ഇടങ്ങളിൽ ആ രക്തത്തിന്റെ മുറിപ്പാടുകൾ കണ്ട് അദ്ദേഹം അവിടെ കമിഴ്ന്നു വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ജീവിക്കുന്ന കർത്താവിന്റെ യഥാർത്ഥ രക്തശരീരങ്ങളാണ്. 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ലാതെ കർത്താവ് തന്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന്റെ അത്ഭുതമായി, അടയാളമായി ഇന്നും ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഈശോ ജീവിക്കുകയാണ്.